$1 കോടി ഒരു ചെക്ക് ലീഫ് അദ്ദേഹം സ്വയം എഴുതി വളരെ കാലം പേഴ്സിൽ കൊണ്ടു നടന്നിരുന്നു. കണ്ടല്ലോ, അഭിനയത്തിന് എനിക്ക് കിട്ടിയ പ്രതിഫലമാണ് എന്ന് പറഞ്ഞ് ആ കടലാസ് തുണ്ടുകളിൽ ഒപ്പിട്ട് ഓട്ടോഗ്രാഫ് നൽകുന്നതായി ദൃശ്യവൽക്കരിച്ചിരുന്നു. ഹലോ, ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒപ്പം ഇങ്ങനത്തെ വീഡിയോസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടം ഉള്ളതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് എന്തെങ്കിലും രീതിയിൽ മുന്നോട്ട് പോകണമെന്നോ ഒക്കെ സക്സസ് ആവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സമയമെങ്കിലും ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ബില്യണർ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ 3 ഭാഗങ്ങളായിട്ട് 3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. പിന്നെ ദയവ് ചെയ്ത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒക്കെ ഇതിന്റെ അടിയിൽ ഒന്ന് രേഖപ്പെടുത്തുക. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ടേക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മനസ്സിന്റെ 2 തലങ്ങളാണ് ബോധ മനസ്സും ഉപബോധ മനസ്സും. നാം ഉണർന്നിരിക്കുന്ന സാധാരണ അവസ്ഥയാണ് ബോധമനസ്സ് എന്ന് പറയുന്നത്. ബോധമനസ്സ് പ്രവർത്തിക്കാതിരിക്കുന്ന സമയത്ത് ഉപബോധ മനസ്സ് പ്രവർത്തന നിരതമാകുന്നു. ജീവശാസ്ത്രപരമായ ശാരീരിക പ്രവർത്തനങ്ങളൊക്കെ ഈ അവസ്ഥയിൽ നടന്നുകൊണ്ടിരിക്കും. ഉദാഹരണത്തിന്, നാം ഉറങ്ങുമ്പോഴും നമ്മുടെ ശ്വാസോച്ഛ്വാസം, രക്തചംക്രമണം മുതലായവയൊക്കെയും നടക്കുന്നുണ്ടല്ലോ. ഇത് ഉപബോധ മനസ്സാണ് നിയന്ത്രിക്കുന്നത്. അതിനർത്ഥം നാം ഉണർന്നിരിക്കുമ്പോൾ മാത്രം പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ ബോധമനസ്സ്. ഉപബോധ മനസ്സ് 24 മണിക്കൂറും പ്രവർത്തന നിരതമാണ്. അതിനാൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഉപബോധ മനസ്സിന്റെ ശക്തി ഉണർത്തിയെടുത്ത് ഉപയോഗപ്പെടുത്തുക തന്നെ വേണം. ലക്ഷ്യങ്ങൾ ഭാവനയിൽ കാണുക. ഏത് വാക്ക് കേട്ടാലും വാക്യം കണ്ടാലും അത് ചിത്രരൂപത്തിലാണ് മനസ്സിൽ കയറിപ്പറ്റുക. ഉദാഹരണത്തിന്, കുതിര എന്ന വാക്ക് കേൾക്കുമ്പോൾ 4 കാലും വാലുമായി കുതിച്ചു പായുന്ന ശക്തിയുള്ള ഒരു മൃഗത്തിന്റെ രൂപമാണ് എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവുക. പക്ഷെ കുതിരയുടെ രൂപം നേരിട്ടോ ചിത്രത്തിലോ ഒരിക്കലെങ്കിലും കണ്ടിരിക്കണം. അതുപോലെ ജീവിതത്തിൽ ഉയർന്ന നേട്ടങ്ങൾ ഉണ്ടാക്കണം എന്ന ചിന്ത ആവർത്തിച്ച് മനസ്സിലേക്ക് കൊടുക്കുമ്പോൾ ആ നേട്ടങ്ങൾ എന്തൊക്കെ, എങ്ങനെയൊക്കെ എന്ന് വ്യക്തമായ ചിത്രരൂപത്തിലായിരിക്കണം നൽകേണ്ടത്. കോടീശ്വരനാകണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി കോടീശ്വരൻ എന്ന പദവി കൊണ്ട് ലഭിക്കുന്ന നല്ല വീട്, വാഹനം, ഭൗതിക സൗകര്യങ്ങൾ, സാമൂഹ്യ മാന്യത മുതലായവയെക്കുറിച്ച് വ്യക്തമായി ധരിച്ചിരിക്കണം. അതായത്, എനിക്ക് കോടീശ്വരനാകണം എന്ന കേവലം ഒരു ചിന്ത മാത്രമല്ല സമ്പത്തിന്റെ ബ്ലൂ പ്രിന്റിൽ ഉണ്ടാകേണ്ടത്. വിശദാംശങ്ങളൊക്കെയും വേണം. ഒരു യഥാർത്ഥ കോടീശ്വരന്റെ ജീവിത ചിത്രം തന്നെ ആ ബ്ലൂ പ്രിന്റിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ കോടീശ്വര പദവി എന്ന രേഖാചിത്രം സഫലമാക്കത്തക്ക വിധം മനസ്സിൽ ദൃഢമായി പതിയൂ. പ്രശസ്ത ഹോളിവുഡ് നടനായ ജിം കാരിയുടെ കഥ നോക്കുക. ജെയിംസ് യൂജീൻ കാരി എന്നാണ് യഥാർത്ഥ പേര്. അച്ഛന് ജോലി നഷ്ടപ്പെട്ടപ്പോൾ ഇടത്തരം കുടുംബത്തിൽ നിന്ന് ദരിദ്ര കുടുംബത്തിലേക്ക് താഴ്ന്നുപോയ പശ്ചാത്തലമാണ് ജിം കാരിക്കുള്ളത്. അതിനെ തുടർന്ന് കുടുംബം പുലർത്താൻ 15കാരനായ ജിം കാരി പഠനം ഉപേക്ഷിച്ചു. ചെറിയ ജോലികളൊക്കെ ചെയ്ത് കുടുംബത്തെ സഹായിച്ചു. ചെറുപ്പം മുതലേ അഭിനയത്തിൽ താല്പര്യമുണ്ടായിരുന്ന ജിം കാരിക്ക് പ്രശസ്തനായ ചലച്ചിത്ര നടനാകണം എന്ന ആഗ്രഹം ശക്തമായിരുന്നു. താൻ വലിയ നടനാകുന്നതും കോടിക്കണക്കിന് ഡോളർ പ്രതിഫലം വാങ്ങുന്നതും ആരാധകർക്ക് ഓട്ടോഗ്രാഫ് നൽകുന്നതുമൊക്കെ ജിം കാരി ആയിരക്കണക്കിന് പ്രാവശ്യം മനസ്സിൽ ദൃശ്യവൽക്കരിക്കുമായിരുന്നു. താരമായി പ്രശസ്തനായി കഴിയുമ്പോൾ ടെലിവിഷൻ ചാനലുകൾക്ക് ഇന്റർവ്യൂ നൽകുന്നതും ഹോളിവുഡിലെ പ്രശസ്തരായ താരങ്ങൾ താമസിക്കുന്നിടത്ത് മനോഹരമായ ബംഗ്ലാവ് വാങ്ങി താമസിക്കുന്നതും അദ്ദേഹം എപ്പോഴും ദിവാസ്വപ്നം കണ്ടു. ഇതൊക്കെ 80കളുടെ തുടക്കത്തിൽ ജിം കാരി ചെയ്തിരുന്ന കാര്യങ്ങളാണ്. എന്തിന്, അഭിനയത്തിന് പ്രതിഫലമായി $1 കോടി ഒരു ചെക്ക് തനിക്ക് ലഭിക്കുന്നതായി സങ്കല്പിച്ച് $1 കോടി ഒരു ചെക്ക് ലീഫ് അദ്ദേഹം സ്വയം എഴുതി വളരെ കാലം പേഴ്സിൽ കൊണ്ടു നടന്നിരുന്നു. കണ്ടല്ലോ, അഭിനയത്തിന് എനിക്ക് കിട്ടിയ പ്രതിഫലമാണ് എന്ന് പറഞ്ഞ് ആ ചെക്ക് എല്ലാവരെയും കാണിക്കും. ആ ചെക്ക് അദ്ദേഹത്തിന്റെ ശക്തമായ ശുഭാപ്തി വിശ്വാസത്തിന്റെ പ്രതീകമായിരുന്നു എന്ന് ജിം കാരി ഫൺ ആൻഡ് ഫണ്ണിയർ എന്ന പുസ്തകത്തിൽ പറയുന്നു. അതുപോലെ തിരക്കുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പോക്കറ്റിൽ സൂക്ഷിച്ചിട്ടുള്ള കടലാസ് തുണ്ടുകളിൽ ഒപ്പിട്ട് ഓട്ടോഗ്രാഫ് നൽകുന്നതായി ദൃശ്യവൽക്കരിച്ചിരുന്നു. ആ സമയത്ത് ചെറിയ വേഷങ്ങളിലൊക്കെ അഭിനയിച്ചു കൊണ്ടുമിരുന്നു.
1994 എയ്സ് വെഞ്ചുറ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന ചിത്രം ഹിറ്റായി. തുടർന്ന് റിലീസ് ചെയ്ത ദി മാസ്ക് ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി. അതോടെ ജിം കാരി ഹോളിവുഡിലെ അറിയപ്പെടുന്ന താരമായി. അടുത്ത ചിത്രമായ ഡംബ് ആൻഡ് ഡംബറിൽ അഭിനയിക്കുന്നതിന് അദ്ദേഹത്തിന് $1 കോടി പ്രതിഫലം ലഭിച്ചു. ദീർഘകാലം മനസ്സിൽ ദൃശ്യവൽക്കരിച്ചിരുന്ന സ്വപ്നത്തിന്റെ സാഫല്യം. 90കളുടെ അവസാനമായപ്പോഴേക്കും സ്വപ്നം കണ്ടിരുന്ന കാര്യങ്ങളൊക്കെയും ജിമിന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി. ഇത് മനഃശക്തിയുടെ അത്ഭുതമല്ലാതെ മറ്റെന്താണ്? മറ്റുള്ളവർ എന്റെ കഴിവുകൾക്ക് പരിമിതി നിശ്ചയിച്ചിട്ടുണ്ടാകാം, പക്ഷെ ഞാനൊരിക്കലും എന്റെ കഴിവുകൾക്ക് പരിമിതി നിശ്ചയിച്ചിരുന്നില്ല എന്ന് ജിം കാരി പിന്നീടൊരിക്കൽ പറയുന്നുണ്ട്. സ്വന്തം കഴിവുകളിലുണ്ടായിരുന്ന ആത്മവിശ്വാസം ഉദ്ദിഷ്ടകാര്യം സഫലമാക്കുന്നതിന് അദ്ദേഹത്തിന് തുണയായി. ജിം കാരിയുടെ നേട്ടത്തിനാധാരം ദീർഘകാലം കൊണ്ട് ഉപബോധ മനസ്സിൽ രൂപം നൽകിയ രൂപരേഖയാണ്. സ്വന്തം വിജയത്തെ ദൃശ്യവൽക്കരിച്ചതോടൊപ്പം അത് സഫലമാക്കുന്നതിന് അദ്ദേഹം നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു.